സവാരി ഗിരിഗിരിയിൽ ഇതാ മൂന്നാമത്തെ ചോദ്യം, ഒരു വീഡിയോ ചോദ്യം. മുരുക, അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, നീ ചെയ്യിച്ചതാ. നിറയെ പണമായിരിക്കണേ, എന്നാ എനിക്ക് സുഖമായിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോയി അന്തസ്സായിട്ടൊരു ബിസിനസ് ചെയ്ത് ജീവിക്കാം. ചോദ്യം: ഇതിൽ ജയറാമിന് ബാഗിൽ നിന്നും ആദ്യം കിട്ടുന്നത് എന്താണ്? എ കത്രിക, ബി ഷേവിംഗ് സെറ്റ്, സി തോർത്ത്. കുടുംബത്തിനെ വിളിക്കൂ, രാജിയൊക്കെ വിളിക്കൂ. തോർത്താണെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം അദ്ദേഹം വളരെ പ്രതീക്ഷ എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആ തോർത്തെടുത്തിട്ട് നോക്കുന്നൊരു സീൻ മനസ്സിൽ ഉണ്ട്. വീഡിയോയിൽ കണ്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. രാജി എന്ത് പറയുന്നു, കുട്ടികൾ എന്ത് പറയുന്നു? അല്ല, ഞാൻ ഈ വീഡിയോ അല്ല, സീൻ ഏകദേശം എൻ്റെ മനസ്സിലായി. കാരണം ഒരാൾ ജീവിക്കാൻ വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടക്കുള്ളൊരു അറ്റംപ്റ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് പൂട്ടാല്ലേ, സി തോർത്ത്. രാജിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പക്ഷെ എൻ്റെ സംശയം തോർത്താണെന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും പൂട്ടാം. സി തോർത്ത് എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. അവിടെ കിടക്കട്ടെ. നമുക്കിനി എന്താണ് അടുത്തൊരു ഗിഫ്റ്റ് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കുന്നത്? രാജാ സാറിൻ്റെ ഒരെണ്ണമായാലും. തീർച്ചയായിട്ടും. സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ രാജസാറിൻ്റെ പാട്ടുകൾ വായിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാണ്. കാരണം ഒരു നോട്ട് പോലെ അങ്ങോട്ടോട്ട് മാറ്റാൻ നമുക്ക് പറ്റില്ല ഒരിക്കലും. അത് ഞാനൊരിക്കൽ ഒരു പാട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ സമാമ സാസയും അവിടെ എന്തൊക്കെ വെച്ചാലും വേറെ എന്തൊക്കെ വെച്ചിട്ടൊരു കാര്യമില്ല. എന്റേതല്ലേ വാവേ, എന്റേതല്ലേ വാവേ, എന്റേതല്ലേ വാവേ. അങ്ങനെ ആയാലും പറ്റില്ല. എന്റേതല്ലേ വാവേ. അപ്പൊ അതെന്നെ വായിച്ചോളൂ. എനിക്കും മനസ്സിൽ തോന്നി, എന്താണ് ഈ കോവിഡിൻ്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് രാജേഷും ഷിനുവും ഞാനും കൂടെ ചേർന്നിട്ടൊരു തബലയോ എന്തെങ്കിലും ഒരെണ്ണം മതി അല്ലേ? എവിടെയെങ്കിലും പോയിരുന്നത്, കടപ്പുറത്തോ എവിടെയെങ്കിലും പോയിരുന്നത് നമുക്ക് സ്വന്തമായിട്ട് ആസ്വദിക്കാൻ. തീർച്ചയായിട്ടും. അല്ലേ, അതിൻ്റെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ ഈ സ്വയ ആസ്വാദനം എന്ന് പറയുന്ന വേറൊരു ലെവലാണ്. നമുക്ക് ഇത് കേൾക്കുമ്പോഴും ഇപ്പം നമ്മൾ മൂന്നുപേരും കൂടി ഇരുന്ന് വായിക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, ഒരു കലാകാരനുണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അത് ഒരിക്കലും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അതൊരു വേറെ തന്നെയാണ്. അവർക്കുണ്ടാകുന്ന ദുഃഖവും, ഞങ്ങളൊക്കെ വളരെ സെൻസിറ്റീവാണ്. ഞാനല്ല, എല്ലാ കലാകാരന്മാരും വളരെ സെൻസിറ്റീവാണ്. മോഹൻലാൽ ആയാലും മമ്മൂട്ടി ആയാലും തൊട്ട് താഴോട്ട് ആരായാലും എല്ലാ കലാകാരന്മാരും വെരി സെൻസിറ്റീവാണ്. അവർക്കുണ്ടാകുന്ന ചെറിയ കാര്യങ്ങളിൽ പോലും അവർക്ക് പ്രശ്നമാണ്. പക്ഷേ ചെറിയ പാട്ടുകളിൽ അവർക്കുണ്ടാകുന്ന, പാട്ട് പാടിയോ ഫ്ലൂട്ടോ അല്ലെങ്കിൽ കീബോർഡോ അല്ലെങ്കിൽ അതിനകത്തുണ്ടാകുന്ന ഒരു ആസ്വാദനം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സി തോർത്ത്. ആദ്യം അതിനകത്തുനിന്ന് മറ്റേ
ഇങ്ങനെ കച്ച 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 നടിക്കുന്ന ഒരു സാധനം വരുന്നല്ലോ. പക്ഷേ സി തോർത്ത് സാരമില്ല, ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ, പൈസ കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സി തോർത്ത് ഉത്തരം എനിക്ക് പെട്ടെന്ന് ഞാനിപ്പോൾ പാടിയത് വേറെയാണ്. ആകാശവാണി തുടങ്ങുന്ന ഇതിലാണ്. അതൊന്ന് വായിച്ചേ. ഗാരി സദാ രി സദപാ ദസദപാ. ഈ ഒരു അവസ്ഥയിൽ അതിന്റെ മാക്സിമം ഫീൽഡ് വായിക്കാൻ പറ്റും. വായിച്ചോ. എല്ലാവരും എണ്ണിട്ടിട്ട് പല്ലൊക്കെ തേച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് കുളക്കടവിലോട്ട് പോകും. അപ്പം എന്തുടുത്തോണ്ടാണ് പോണത്? തോർത്ത്. എന്നിട്ട് കുളി കഴിഞ്ഞിട്ട് തല തോർത്തുന്നത് എന്ത് വെച്ചിട്ടാണ്? തോർത്ത് വെച്ചിട്ട്. അതുകൊണ്ട് തോർത്ത് ഉത്തരം ശരിയാണ്. സഫാരി ഗിരിഗിരിയിൽ 4ാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. പളനിയിലെത്തുമ്പോൾ ജയറാമിന്റെ മുന്നിൽ മുരുകനായി പ്രത്യക്ഷപ്പെടുന്നത് ആരാണ്? എ മാമുക്കോയ, ബി ബോബി കൊട്ടാരക്കര, സി കൃഷ്ണൻകുട്ടി നായർ. ബോബി കൊട്ടാരക്കര. ആ, ചേരുന്നോ? എൻ്റെ ഓർമ്മ ശരിയാണ്, അദ്ദേഹം 2 വട്ടം മുരുകനായിട്ട് വരുന്നുണ്ട്. ആ, അദ്ദേഹം ഈ ജയറാംപേട്ടൻ ആദ്യം ചെല്ലുമ്പോഴും ക്ലൈമാക്സിന് തൊട്ട് മുമ്പും. അപ്പൊ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പൊ ബി ബോബി കൊട്ടാരക്കരയാണ് ഉത്തരം നൽകിയിരിക്കുന്നത്. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻ.